ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ വിഷമിച്ചിരുന്ന തരത്തിൽ, എന്നാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റൊരാൾ മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പോൾ ഈ വചനം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ആ വ്യക്തിയാകട്ടെ ആ വചനം ഈ വ്യക്തിയുടെ പോക്കറ്റിൽ എഴുതിയിട്ടും കൊടുത്തു, പറഞ്ഞും കൊടുത്തു. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ഈ വചനമാണ്. രോഗശാന്തി കിട്ടിയ ആ വ്യക്തി എന്നെ നേരിട്ട് വിളിച്ച് അവരുടെ സന്തോഷവും നന്ദിയും പറഞ്ഞു. അത്രക്ക് വലിയ അത്ഭുതമാണ് നടന്നത്. റോമ 16:20. സമാധാനത്തിൻ്റെ ദൈവം. അപ്പോൾ ദൈവം എന്തിൻ്റെ ആളാണ്? സമാധാനം. അപ്പോൾ കലഹവും അസ്വസ്ഥതകളും സമാധാനക്കേടുമൊക്കെ ഉണ്ടാക്കുന്നത് ആരിൽ നിന്നാണ്? അത് പിശാചിൽ നിന്നാണ് വരുന്നത്, അല്ലേ? ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. വചനത്താൽ ദൈവശക്തി തുറയപ്പെടും. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ 16-ഉം 17-ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട് വചനത്തിൻ്റെ ശക്തിയാൽ യേശു പിശാചിനെ പുറത്താക്കുന്നതിനെക്കുറിച്ച്. സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാച് ബാധിതരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ഈശോ എന്താ ചെയ്തത്? അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പിശാച് പോകും. ഇനി പിശാച് ഉണ്ടോ? പിശാച് പോകണമെങ്കിൽ എന്താ വേണ്ടത്? അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. ഞാൻ 35 വർഷത്തിന് മുമ്പ് നവീകരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ബൈബിളിൽ എന്താ എവിടെ ഉള്ളത്, എന്തൊക്കെ വായിക്കേണ്ടത് എന്നൊന്നും അറിയത്തില്ല. പഴയ നിയമം പറഞ്ഞാൽ പുതിയ നിയമം എടുക്കും, പുതിയ നിയമം പറഞ്ഞാൽ പഴയ നിയമം എടുക്കും. അന്ന് അത്രയൊക്കെ അറിവുള്ളൂ. ഒരു ബൈബിൾ തന്നെ ഒരെണ്ണം വീട്ടിലുണ്ടാകുന്നത് അന്നത്തെ അവസ്ഥയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു അത്ഭുതമാണ്. അപ്പോൾ മാർക്കോസ് 1:5-9 അധ്യായങ്ങളാണ് ഞങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിച്ച വ്യക്തികൾ. ഇന്നൊന്നാണെങ്കിൽ നാളെ 5, നാളെ 5ആണെങ്കിൽ മറ്റന്നാൾ 9. അങ്ങനെ അതിൽ യേശു പിശാചിനെ ബഹിഷ്കരിക്കുന്നു, പിശാചു ബാലനെ സുഖപ്പെടുത്തുന്നു, അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുന്നു. അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ, ആ ഹെഡിങ്ങോടുകൂടിയ ഭാഗങ്ങൾ 1-ൽ 5-ൽ നിന്ന് 9-ൽ നിന്ന് ഈ 1-ാം അധ്യായം, 5-ാം അധ്യായം, 9-ാം അധ്യായം, അങ്ങനെ ഒരു മാസം ഞങ്ങളോട് എല്ലാ ദിവസവും വായിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതായിക്കൊണ്ടിരുന്ന, നിർവീര്യമായിക്കൊണ്ടിരുന്ന ആ കാലയളവിൽ തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. പക്ഷേ ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് ഓരോ ദിവസവും ഒത്തിരി ഡെലിവറൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ നടക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് ഇന്ന് ആരുടെ അടുത്ത് പോകും, എവിടെ പോയി ബന്ധന പ്രാർത്ഥന, അല്ലെങ്കിൽ ആരുടെ അടുത്ത് ബന്ധന കഴിക്കാൻ പോകണം? നിങ്ങൾ ദൈവവചനം പറഞ്ഞ് കേൾക്കാനും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനും തുടങ്ങും. അത്ഭുതം നടന്നിരിക്കും. ഉറപ്പുള്ള കാര്യം. ഇത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തന്നെ ഒരു സെൽഫ് ഹെൽപ്പ്, അങ്ങനെ ഒരു സഹായമായി തീരും. മത്തായി സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താണ്? ഇതാ തൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിൽ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പോൾ പിശാചുണ്ടോ? ഉണ്ട്. അനന്തരം ഇത് മത്തായി 4:1. ഇന്ന് ചിലർ കടുംപിടുത്തം പിടിച്ചു പറയും പിശാചില്ല. അപ്പോൾ ദൈവമുണ്ടോ? ആ ദൈവമുണ്ടെന്ന് പറയും. അപ്പം വെളിച്ചം ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഇരുട്ടുമുണ്ട്. കയറ്റം ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഇറക്കമുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ എന്തുണ്ട്? പിശാചുമുണ്ട്. എഫെസസ് 6:10 മുതൽ 17 വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അന്ധകാര ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് ആഗ്രഹിക്കുന്നവർ, ഒരു ഭടനെ പോലെ ശക്തി പ്രാപിക്കാനുള്ളവർ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കണം. വാളാണത്. വിശ്വാസത്തിൻ്റെ പരിചയമാണ്. രക്ഷയുടെ പടത്തൊപ്പിയാണ് അണിയേണ്ടത്. രക്ഷയുടെ പടത്തൊപ്പിയാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. കാരണം മരുഭൂമിയിലെ പരീക്ഷയിൽ യേശു വചനം കൊണ്ട് യേശുവിനെ വെല്ലുവിളിക്കുന്ന പിശാചിനെ നമ്മൾ കാണുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വെല്ലുവിളികളും പ്രലോഭനങ്ങളും ഉതപ്പുകളും
ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഓരോ ഘട്ടവും പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. 8-ാമത്തെ വാക്യം, വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട്, വീണ്ടും അവിടെ പിശാച് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ മത്തായി സുവിശേഷം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു. അപ്പോൾ സാത്താന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? പ്രലോഭകൻ. അവൻ കുറ്റാരോപകനാണ്, നുണയനാണ്. യോഹന്നാൻ 8:44 അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്ന് വചനം പഠിപ്പിക്കുന്നു. അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നും ദൈവമക്കളെ വഴിതെറ്റിക്കാൻ പിശാചി ഈ പലതരത്തിലുള്ള നുണകൾ അവരിലേക്ക് കയറ്റിവിടാനായിട്ട് ശ്രമിക്കും. നുണകൾ കൊണ്ട് അവരെ വീഴ്ത്തിക്കളയാനായിട്ട് ശ്രമിക്കും. അതുപോലെ മത്തായി 4:6 പിശാച് യേശുവിനെ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക എന്ന്. അപ്പോൾ മത്തായി 4:11 പറയുന്നുണ്ട്, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പം ശക്തി ആർക്കാണ്? ദൈവത്തിനാണോ പിശാചിനാണോ? അനങ്ങണേനും പിടിക്കണേനും മുഴുവൻ പിശാചി, സാത്താൻ, ചെകുത്താൻ, പ്രലോഭൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവരെയും നടക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. കയറിപ്പോരാൻ ഭയങ്കര പാടാണ്. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തെക്കാൾ വലുതായി ഒരു പിശാചും ഒരു ശക്തിയും ഈ ലോകത്തില്ല. എല്ലാം അവിടുത്തെ കാൽ കീഴിലാണ്. അതുകൊണ്ട് ഈ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 43 മുതലുള്ള വാക്യങ്ങൾ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നതിനെക്കുറിച്ച്. അപ്പോൾ പിശാച് ഉണ്ടെന്ന് മാത്രമല്ല, അവൻ പോവുകയും ചെയ്യും, വീണ്ടും വരാൻ പറ്റുക വരികയും ചെയ്യും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ച് ചെല്ലും എന്ന് പറഞ്ഞാൽ, ഭവനം എന്ന് പറഞ്ഞാൽ ബൈബിൾ സമ്മതമായിട്ട് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭവനങ്ങളാണ്. നമ്മുടെ വീട് ദൈവത്തിൻ്റെ ഭവനമാണ്, ദേവാലയം ദൈവത്തിൻ്റെ ഭവനമാണ്. അതുകൊണ്ടാണ് എഫെസസ് 6 പറയുന്നുണ്ട്, സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ ദൈവിക കാര്യങ്ങൾ പറയുന്നിടത്തും ചെയ്യുന്നിടത്തും പോലും തമ്മിലടിപ്പിക്കാനും തല്ലുപിടിപ്പിക്കാനും തല്ലിത്തലകറിയുന്നത് നമുക്കറിയാം. കുർബാനയുടെ പേരിൽ പോലും തല്ലിത്തലകീറിക്കുമ്പോൾ അവിശ്വാസികൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പ്രലോഭകൻ, ഈ ദുഷ്ടാരൂപി. ഇതാ തല്ലി തലകീറി തകർത്ത് എന്താ പറയുന്നത്, എന്താ കാണിക്കുന്നത് അറിയുന്നില്ല എന്നുള്ള അവസ്ഥ. ആരും മോശക്കാരല്ല എന്ന് വാശി പിടിപ്പിക്കുന്ന, അല്ലെങ്കിൽ തെറ്റായ പ്രബോധനം കൊടുക്കുന്ന, എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഏത് മാർഗത്തിലൂടെയും ലക്ഷ്യം നേടിയെടുക്കണം. ആര് പറയും? സാത്താൻ പറഞ്ഞു തരും. നീ ആളത്ര കുറഞ്ഞ ആളൊന്നുമല്ല, നിൻ്റെ കാരണവന്മാരായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റീത്തുകാരി അത്രക്ക് കുറഞ്ഞ പാർട്ടി ഒന്നുമില്ല, അതുകൊണ്ട് വിട്ടുകൊടുക്കരുതെന്ന് ആര് പറയും? സാത്താൻ പറയും. കർത്താവ് എന്താ പറയുക? എളിമപ്പെട്, സ്നേഹിക്ക്, മാനസാന്തരപ്പെട്. മാർക്കോസ് 1:15 അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കും, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് യേശു തൻ്റെ നയപ്രഖ്യാപനമായിട്ട് വരുമ്പോൾ. ലൂക്കാ 4:18 മുതൽ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ദരിദ്രർക്ക് സുവിശേഷം, അന്ധർക്ക് കാഴ്ച. അപ്പോൾ യേശു തരുന്നത് വിടുതലും മോചനവും മനസാന്തരവും സൗഖ്യവും എല്ലാമാണ്. മാർക്കോസ് 16:15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നാൽ മാത്രമേ ഈ ആത്മീയ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും അന്ധകാര ശക്തിയുടെ ആക്രമണങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. വെറും 12-ാമത്തെ വയസ്സിൽ പിശാചിനെ ബഹിഷ്കരിച്ച ഒരു വിശുദ്ധൻ നമുക്കുണ്ട്, വിശുദ്ധ അന്തോനീസ്. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനയും ആത്മീയ തീഷ്ണതയും ഈ കുഞ്ഞിന് പകർന്ന ചൈതന്യമാണ്. ഇന്ന് നമ്മുടെ കൊച്ചുങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് പോകണമെന്നും പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, കാരണം എഫെസസ് 2:2 കുട്ടികളിൽ പ്രവർത്തിക്കുന്ന അനുസരണക്കേടിൻ്റെ അരൂപിയെക്കുറിച്ചാണ് വചനം പറയുന്നത്. എല്ലാം തലതിരിവായിട്ടുള്ളത് ചെയ്യാനും പറയാനും പോകാനുമുള്ള താല്പര്യം. അപ്പം മക്കളിലെ ചില അസ്വസ്ഥതകൾ മാറണമെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ അന്തരീക്ഷ ശക്തി, അനുസരണക്കേടിൻ്റെ
അന്തരീക്ഷ ശക്തി. ഇത് കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിലും വെറും ശിശു സമാനമായ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകാൻ ദൈവരാജ്യത്തിൽ ദൈവവചനത്തിൽ പറയുന്നുണ്ട്, മത്തായി 18:3. ഇതുപോലെ സാത്താനും നമ്മളെ പ്രലോഭിപ്പിക്കും. കാരണം അനാവശ്യമായ പക്വതയില്ലാത്ത വാശിപ്പിടുത്തങ്ങൾ. അപ്പോൾ അനുസരണക്കേടിൻ്റെ അരൂപി, എഫെസസ് 2:2, അന്തരീക്ഷ ശക്തിയുടെ അരൂപിയുടെ ബന്ധനങ്ങൾ. അപ്പോൾ വീണ്ടും മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, ഇതാ അലഞ്ഞു തിരിഞ്ഞ് നടത്തുന്ന സ്വഭാവം അവനുണ്ടാകും. ഒന്നിനും താല്പര്യമില്ല, ഒന്നിനോടും താല്പര്യമില്ല, ഒരു ജോലിക്കും പോകില്ല, എന്തിനും ഏതിനും തർക്കിക്കുക, ഏതിനും എതിര് പറയുക, ദാമ്പത്യ ജീവിതത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും നഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുക, കുടുംബത്തിനെതിരായി സഭയ്ക്കെതിരായി പെരുമാറുക, തർക്കിക്കുക, പറഞ്ഞു വരുത്തുക, ഇതെല്ലാം ഇതിൽ വരും. അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ച് അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞു അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്കിത് പ്രയോജനപ്രദമാണെങ്കിൽ, ഈ വിഷയം അധികം ആരും കൈകാര്യം ചെയ്യാത്ത ഒരു മേഖലയാണ്. അധികം ആരും ശ്രദ്ധിക്കാത്തതോ പഠിക്കാത്തതോ പഠിപ്പിക്കാത്തതോ തലയിൽ വെച്ചുകൊണ്ട് തലപോഞ്ഞ് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യം. ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടില്ല, പിശാചുണ്ടോ? അത് ചിന്തിക്കുമ്പോൾ ദൈവമുണ്ട് അല്ലേ? അല്ലെങ്കിൽ പിശാചുക്കളില്ല എന്ന് ആത്മീയ മേഖലയിലുള്ള ചിലരും പോലും അതൊക്കെ പണ്ടാണ്, ഇപ്പം അതൊന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം പിശാചില്ല എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് അവൻ സൂത്രത്തിൽ കടന്നുകൂടി എന്ത് തെറ്റും ചെയ്യാം, ഏത് വൃത്തികേടും കാണിക്കാം, എന്ത് കള്ളത്തരം ചെയ്താലും പിന്നെ ആത്മീയതയുടെ പുറംചട്ടയിൽ ജീവിച്ചാൽ മതി എന്നുള്ള പാപിയാണ് മനുഷ്യൻ. തെറ്റില്ലാത്ത ആരുമില്ല. ഓക്കെ, അതൊക്കെ ശരി. പാപി എന്ത് ചെയ്യണം? പാപം വിട്ട് ഉപേക്ഷിക്കണം. പാപി മാനസാന്തരപ്പെടണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പാപം തലയിൽ തന്നെ വീഴും. ഉപാധിയ 1:15, സംഖ്യ 32:23 പറയുന്നുണ്ട്, പാപം നിന്നെ വേട്ടയാടും, പാപം നിൻ്റെ തന്നെ തലയിൽ വീഴും. അതൊരു വീഴലായിരിക്കും, അതൊരു വേട്ടയാടലായിരിക്കും, പിന്നെ ഊരി പോരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അത് മത്തായി 12:45 പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും. അതുകൊണ്ട് എത്ര സ്ട്രോങ് ആയി ആത്മീയ ശക്തിയിലായെന്ന് പറഞ്ഞാലും ജീവിതകാലം മുഴുവൻ പ്രാർത്ഥന വേണം, കൂട്ടായ്മ വേണം, വിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനം വേണം. അപ്പോൾ അല്ലാതെ കുറച്ചായി കഴിയുമ്പോൾ ആത്മീയ ഗുരുക്കന്മാരും വേണ്ട, ശുശ്രൂഷകരും വേണ്ട, കൂട്ടായ്മയും വേണ്ട, നീ മഹാമിടുക്കനാണെന്ന് ആര് പറയും? സാത്താൻ പറഞ്ഞു തരും. പറ്റുമെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളെയും ശുശ്രൂഷകരെയും അഭിഷിക്തരെയും എല്ലാം കുറിച്ച് കുറ്റങ്ങളും തർക്കങ്ങളും എല്ലാം പറയുന്നു. തീർന്ന് കഥ. അപ്പോൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ ശോചനീയമായി തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ദുഷിച്ച തലമുറ എന്നാണ് ഇതിനെക്കുറിച്ച് വചനം പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ ആ പക്ഷത്തിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. ഇനി ചിലരൊക്കെ ചോദിക്കില്ല, പിശാചുണ്ടോ? വീണ്ടും അതിന് സ്ട്രോങ് ആയിട്ട് എവിഡൻസ് യാക്കോബ് 2:19 പറയുന്നുണ്ട്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. അത് വിശ്വസിക്കണം, നല്ലത് തന്നെ. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശ്വാസ പ്രമാണം പിശാചിന് ഡെലിവറൻസിന് അല്ലെങ്കിൽ അതിൽ വിടുതൽ കിട്ടാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അതാണ്, പിശാചുക്കളുണ്ട്, അതുകൊണ്ടാണല്ലോ പിശാചുക്കൾ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല ഭയന്ന് വിറക്കുകയും ചെയ്യുന്നു. ഭക്തനായ മനുഷ്യ, ആത്മീയ മനുഷ്യ, ഇതിൻ്റെ ഒരംശം നമ്മുടെ ജീവിതത്തിൽ ആ ഭയഭക്തി ബഹുമാനം ദൈവത്തോട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആദ്യ മാതാപിതാക്കളെ തന്ത്രപൂർവം വഞ്ചിച്ച ആ നോണയൻ, അവർക്ക് പറ്റിയ പാളിച്ച എന്താ? ദൈവം പറഞ്ഞത് വിശ്വസിച്ചില്ല, പിശാച് പറഞ്ഞത് വേഗം വിശ്വസിച്ചു. അപ്പം ആ
വീഴ്ചയുടെ പ്രധാന കാരണം എന്താ? അനുസരണക്കേട്, അതായത് അവിശ്വാസം. ദൈവം പറഞ്ഞത് വിശ്വസിച്ചില്ല. ഇന്നും എല്ലാ തകർച്ചകളും കടന്നു വരുന്ന പിശാച് കയറി തന്നേക്കാൾ ശക്തരായ വിട്ടുപോയ അശുദ്ധാത്മാക്കളെയും കൂടെ തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ കാര്യം ഇതാണ്. ഈ ഒരുക്കമില്ല, വിശുദ്ധിയില്ല, ഇതാ ആത്മീയ കവചമില്ല, ആത്മീയമായ ആ സംരക്ഷണം ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ 22 മുതലുള്ള അനന്തരം അന്ധനും ഊമനുമായ ഒരു പിശാച് ബാധിതനെ അവർ അവൻ്റെ അടുക്കൽ യേശുവിൻ്റെ അടുത്ത് കൊണ്ട് യേശു അവനെ സുഖപ്പെടുത്തി. അവൻ സംസാരിക്കുകയും കാണുകയും ചെയ്തു. ജനക്കൂട്ടം മുഴുവൻ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇവനായിരിക്കുമോ ദാവീദിൻ്റെ പുത്രൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഫരിസേയർ പറഞ്ഞു, ഇവൻ പിശാചുക്കളുടെ തലവനായ ബെൽസബൂബേലിനെ കൊണ്ട് തന്നെയാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അങ്ങനെ ഒരു സാധനമുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ബെൽസബൂബേൽ തോബിത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഇതാ സാറയും തോബിയാസിൻ്റെയും ജീവിതത്തെ ബന്ധിച്ചിട്ടിരുന്ന ഇതാ പലതവണ വിവാഹം കഴിച്ചിട്ടും ഇതെല്ലാം തകർത്ത് കളഞ്ഞ അസ്മേദേവുസ് റഫേൽ മാലാഖയുടെ മധ്യസ്ഥം വഴി അസ്മേദേവുസ് എന്ന പിശാചിനെ പുറത്താക്കിക്കൊണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കലഹത്തിൻ്റെ പിശാചി അഹിദോൻ എന്ന് പറയുന്ന അഹിദോൻ. അപ്പോൾ അനുസരണക്കേടിൻ്റെ രൂപി എഫെസസ് 2:2 പറയുന്നുണ്ട്. നോണയുടെ പിശാചി യോഹന്നാൻ 8:44 പറയുന്നുണ്ട്. അപ്പോൾ അസ്മേദേവുസ് എന്ന പിശാചിനെ പുറത്താക്കിക്കൊണ്ട് വിവാഹ ബന്ധനം നീക്കിക്കളയാണ്. ഇന്ന് വിവാഹം കഴിച്ചിട്ടും വിവാഹ ജീവിതം വിശേഷാൽ ജീവിക്കാനായിട്ട് സാധിക്കാത്തവർ, കൃപയിൽ ജീവിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം പിശാചിൻ്റെ അടിമത്തം, നോണയുടെ അടിമത്തം, അവിശ്വസ്തയുടെ അടിമത്തം, വ്യഭിചാരത്തിൻ്റെ അടിമത്തം, തഴക്കദോഷങ്ങളുടെ അടിമത്തം, അഹന്തയുടെ അടിമത്തം വിവാഹ ജീവിതത്തിൽ ഉണ്ടോ? അത് ഭാര്യയുടെ തലയിൽ കയറിയ, ഭർത്താവിൻ്റെ തലയിൽ കയറിയ, ചിലയിടത്ത് രണ്ടുപേരുടെയും തലയിൽ കയറിയ കുടുംബം നരകമായി തീരുന്ന അവസ്ഥകൾ. സംശയരോഗം കുടുംബജീവിതത്തിൻ്റെ അന്തസ്സ് തകർത്ത് കളയും. ഇപ്പോൾ ഇന്നലെ ഗൾഫിൽ വെച്ച് ഭർത്താവും ഭാര്യയും കുത്തി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നു ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് ഭർത്താവ് കുത്തി മരിച്ചതാണെന്ന് പറയുന്നു. അന്വേഷണങ്ങൾ നടക്കുകയാണ്. 2 കുഞ്ഞുങ്ങൾക്ക് പോയി. ഇതാ 3-ാം ക്ലാസ്സിലും UKG-ലും പഠിക്കുന്ന 2 എത്രയോ പേരൊരു കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നു. എന്ന് മാത്രമല്ല ഇവർക്ക് കുവൈറ്റ് എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ശമ്പള സ്കെയിൽ കിട്ടുന്ന ഉറപ്പുള്ള രീതിയിലുള്ള ജോലിയാണെന്ന് അവരുടെ വിവരങ്ങൾ വായിച്ചപ്പോൾ മനസ്സിലായി. എന്ന് മാത്രമല്ല ഒന്നിനും കുറവില്ല. പക്ഷേ ഓസ്ട്രേലിയ പോകാൻ വേണ്ടി അടുത്ത കാര്യങ്ങളെല്ലാം ശരിയായി കഴിഞ്ഞപ്പോഴാണ് ഈ കുരുത്തക്കേട് കാണിച്ചത്. ചിലയിടത്ത് ഭാര്യയുടെ തലയിൽ പിശാച്, ചിലയിടത്ത് മക്കളുടെ തലയിൽ പിശാച്, ചിലയിടത്ത് ഭർത്താവിൻ്റെ തലയിൽ പിശാച് കയറിയ കുടുംബം നരകമായി മാറും. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി വചനത്തിൽ ഈശോയിലേക്ക് വന്നാൽ, യേശുവിനെ രക്ഷ എന്ന നാഥനുമായിട്ട് സ്വീകരിച്ച ആ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ തലയിൽ, അപ്പൻ്റെ തലയിലാകാം, അമ്മയുടെ തലയിലാകാം, ഒരു ആത്മീയ ശുശ്രൂഷകൻ്റെ തലയിലാകാം, ഒരു വ്യക്തിയുടെ തലയിൽ കയറിയാൽ മതി, ആകെ തവിട് പൊടിയാകും. അപ്പോൾ അതിന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തി. ദൈവം എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്തിനാ, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മത്തായി 6:13 പറയുന്നുണ്ട്, പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അതുകൊണ്ട് കർത്താവ് പറയണം, അതിനൊറ്റ വഴിയുള്ളൂ, പ്രാർത്ഥിക്കുക. വീണ്ടും മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 41-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ മർക്കോസ് 16:15-18 വിശ്വസിക്കുന്നവരുടെ അടയാളങ്ങളുണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അപ്പോൾ സാത്താൻ ഉള്ളത് കൊണ്ടാണല്ല, സാത്താനെ ബഹിഷ്കരിക്കും എന്ന്
വചനത്തിൽ പറയുന്നത്, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല. അപ്പോൾ വിശ്വാസം വേണം. എന്ത് ബന്ധനം വഴിയാണെങ്കിൽ ആരിൽ വിശ്വാസം വേണം? യേശുവിൽ വിശ്വാസം വേണം. യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ ഹെബ്രായർ 7:25 വളരെ വ്യക്തമായിട്ട്, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. കാരണം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. റോമ 10:9 പറയുന്നു, യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയണം. അതുകൊണ്ട് എന്തിനാ പ്രാർത്ഥിക്കണം? ദൈവത്തിനെല്ലാം അറിയാമല്ലോ. ചിലർക്ക് നാണക്കേടാ പള്ളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ ഒച്ചയിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തിരി മുന്നോട്ട് വന്ന് നിൽക്കുന്നത് ഒക്കെ. പ്രാർത്ഥനാ രീതികൾ പലതും അലർജിയാണ്. അപ്പോൾ സാത്താൻ നമ്മളിങ്ങനെ കെട്ടിയിടുന്ന അവസ്ഥയാണ്. ചങ്ങലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പതിയെ അവൻ ഉദ്ദേശിക്കുന്ന വഴി കൂടെ വിടും. അപ്പോൾ ആ അടിമച്ചങ്ങലകൾ പൊട്ടിക്കാൻ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 2:21 പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. എല്ലാവരും രക്ഷ പ്രാപിക്കും. കാരണം കർത്താവിൻ്റെ നാമം വചനമാണ്, സ്വർഗം വെളിപ്പെടുത്തിയ നാമമാണ് യേശു എന്ന നാമം. മത്തായി സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പറയാം, അവൻ തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ പാപ വിമോചകനാണ്. യേശുവിൻ്റെ നാമം പറയുമ്പോൾ, അനുദപിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വീടൊക്കെ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ബന്ധന പ്രാർത്ഥന നടത്തുമ്പോൾ, വചനം വായിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എല്ലാം ഈ ഡെലിവറൻസിൻ്റെ അഭിഷേകം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പത്രോസും മറ്റും വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്ന് വചനം നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ലൂക്കാസ് സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ കാണുകയാണ് 17 മുതൽ. ആദ്യം 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത യേശു വീണ്ടും ഈ 2 പേര് വീതം 72 പേരെ കൂടെ തിരഞ്ഞെടുത്ത് പറഞ്ഞേക്കുകയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 17 മുതലുള്ള വാക്യം, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, ഈ പോയവർ കർത്താവ് അധികാരപ്പെടുത്തി പറഞ്ഞ, കർത്താവെ നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമം. അന്നും ഇന്നും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷൈജു ബ്രദറിൻ്റെ ശക്തിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും അടുത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൃപയോ ശക്തിയോ ഒന്നും അല്ല, ദൈവത്തിൻ്റെ യേശു നാമത്തിൻ്റെ ശക്തിയാണ്. ഇപ്പം സ്വർണത്തിൻ്റെ ഒരു മാല, അത് കള്ളം കൊണ്ടുപോയി കൊടുത്താലും, പിന്നെ ഒടയക്കാരൻ കൊണ്ടുപോയി കൊടുത്താലും, നമ്മുടെ പരിചയക്കാർ കൊണ്ടുപോയി കൊടുത്താലും, ആര് കളഞ്ഞു കിട്ടിയവൻ കൊടുത്താലും അതിന് അതിൻ്റെ വാല്യൂ ഉണ്ട്. കാരണം സ്വർണം. ഇതുപോലെ തന്നെ യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ, യേശുവിൻ്റെ നാമം പറയുമ്പോൾ എല്ലാം ആ അധികാരം, സ്വർഗത്തിൻ്റെ ശക്തി ആണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ നിൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. അതൊരു കാണേണ്ട കാഴ്ച. ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത്, പല്ലുപൊഴിഞ്ഞ സിംഹം, കൂട്ടിലകപ്പെട്ട സിംഹം. കാരണം കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണ് അവൻ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുന്നവരൊക്കെ ഈ വചനങ്ങൾ ആവർത്തിച്ച് ലൂക്കാ 10:17-20 പറഞ്ഞ് പ്രാർത്ഥിക്കാം. മാർക്കോസ് 16:15 മുതൽ 18 വരെ, എഫെസസ് 6:10 മുതൽ 17 വരെ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ ബ്രദർ തുടക്കത്തിൽ പറഞ്ഞ മാർക്കോസ് 1:5-9 ഇത് കഴിഞ്ഞ അനേക വർഷങ്ങൾ ശുശ്രൂഷ ജീവിതത്തിൽ ഈ വിഷയം പ്രത്യേകമായിട്ട് അങ്ങനെ അധികമൊന്നും കൈവച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മെയ് മാസം പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ഒരു മധ്യസ്ഥ ശക്തിയും ഒരു പ്രേരണയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകവും കിട്ടിയത് കൊണ്ടാകാം ഇന്ന് ഇതിനു വേണ്ടി തന്നെ ഒരുങ്ങി പ്രാർത്ഥിച്ച് ഇങ്ങനൊരു വചനം പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട്
നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കിട്ടാത്ത, അറിയാത്ത പലർക്കും അറിവുകേട്. മാർക്കോസ് 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ചിലർ നിങ്ങളോട് തർക്കിക്കും, നിങ്ങളെ കളിയാക്കും, നിങ്ങളെ ആക്ഷേപിക്കും, അല്ലെങ്കിൽ അവർക്കത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുക്കണം, അവരത് കേൾക്കണം. റോമാലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇത് കിട്ടാത്ത, അറിയാത്ത മറ്റുള്ളവർക്ക്, അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ പ്രസംഗിക്കുന്ന എനിക്ക് മാത്രമല്ല, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്നുണ്ട്. കാരണം എത്രയോ മക്കളാണ് ഇതൊന്നും അറിയാതെ ഇന്നും പിശാചി തന്ത്രപൂർവ്വം അനേക നാളുകളായി, അനേക വർഷങ്ങളായി അവരെ ബന്ധനത്തിൽ വെച്ചിരിക്കുകയാണ്. അവർ പറയുന്നു ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ കുർബാന സ്വീകരിക്കുന്നു, ഞങ്ങൾ കുമ്പസാരിക്കുന്നു, ഞങ്ങൾ ആ ആചാരങ്ങൾ ചെയ്യുന്നു, ഈ ആചാരങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തോ, പക്ഷേ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ സാത്താൻ നിങ്ങളെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ വിടുകയാണ്. 1 കൊരിന്ത്യർ 11:27 മുതലുള്ള വാക്യങ്ങളെ പറയുന്നുണ്ട്, ഇതാ അയോഗ്യതയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം. നിങ്ങളിൽ പലരും മരിച്ചുപോയതിനും പലരും രോഗികളായി തീർന്നതിനും കാരണം ഇതാണ്. അതുകൊണ്ട് സാത്താൻ നമ്മളെ അടിമകളായിട്ട്, നമ്മൾ പറയുന്നു നമ്മൾ കുർബാന സ്വീകരിക്കുന്നു, നമ്മൾ പള്ളിയിൽ പോകും, നമ്മൾ കുമ്പസാരിക്കുന്നു, അതെല്ലാം നല്ല കാര്യം, ഇനിയും ചെയ്യണം. പക്ഷെ വിശുദ്ധിയിൽ നിന്നുകൊണ്ട്, പാപം ഉപേക്ഷിച്ചുകൊണ്ട്, മാനസാന്തരപ്പെട്ടുകൊണ്ട്, സാത്താനുമായിട്ടുള്ള തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ ബന്ധങ്ങൾ, തെറ്റായ വഴികൾ, തെറ്റായ ആലോചനകൾ, മൊബൈൽ ഫോണിലൂടെ, വീഡിയോയിലൂടെ ഒക്കെയുള്ള, യൂട്യൂബിലൂടെയൊക്കെയുള്ള അശ്ലീല കാഴ്ചകൾ, സംസാരങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ കേൾക്കാനോ ഷെയർ ചെയ്യാനോ അല്ല ഈ ഇന്ദ്രിയങ്ങൾ, ഈ ജീവിതം. ഇന്ദ്രിയങ്ങളിലൂടെ കടന്നു വന്ന് അത് തലച്ചോറിലേക്ക് കടന്നു വന്ന് നമ്മുടെ ജീവിതം മുഴുവൻ അത് ട്രാൻസ്ഫോം ചെയ്യും. ആ വിഷം, ആ തിന്മ അത് അവിടെ നിറയും. അതിനടിമയാകരുത്. കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി എന്ന് പറഞ്ഞ് പലരും സാത്താൻ്റെ അടിമകളായി. ഇതുപോലെ പല തിന്മകളും. ഒരു രസത്തിന് വേണ്ടി കുടിച്ചു, പിന്നെ ആ രസം നിങ്ങളെ വിഴുങ്ങിക്കളഞ്ഞു. ഒരു രസത്തിന് വേണ്ടി വലിച്ചു, ഇന്ന് വലിയൊന്നും അല്ല കേട്ടോ, രാസലഹരിക്കൊക്കെ അടിപ്പെട്ട് അടിമത്തം, അടിമച്ചങ്ങലകൾ തകർക്കുന്നത് ദൈവപുത്രനാണ്. എൻ്റെ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ. മദ്യത്തിൻ്റെ ലഹരി, പുകയിലയുടെ ലഹരി, അപ്പാപ്പൻ കുടിച്ചു വലിച്ച് നിക്കോട്ടിൻ, ആൽക്കഹോളിസം ഒക്കെ ഇറങ്ങി മുറിച്ച് പഴുത്ത് കളഞ്ഞ കാലുകൾ ഇത് കണ്ടിട്ടുള്ള ഞങ്ങളുടെ അപ്പൻ അതിനേക്കാൾ വലിയ അവസ്ഥയിൽ തീർന്നു. ദൈവം സഹായിച്ച് കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത്രയും വരെ ദൈവം എത്തിച്ചില്ല. ദൈവം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ മുട്ടിപ്പാട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ നിങ്ങളോ ഏതെങ്കിലും തരത്തിൽ മനക്ലേശം, പൈശാചിക പീഡ, ആത്മഹത്യ ചിന്ത, ഡിപ്രഷൻ, വെറുപ്പ് പിശാചിന് കയറിയിരിക്കാനുള്ള ഇരിപ്പിടമാണ്. സ്വന്തം പെങ്ങളോട് വെറുപ്പ്, മരിച്ചുപോയ അപ്പനോട് വെറുപ്പ്, മരിച്ച അമ്മയോട് വെറുപ്പ്, അമ്മായിയമ്മയോട് വെറുപ്പ്, അമ്മായി അപ്പനോട് വെറുപ്പ്, അയൽവാസിയോട് വെറുപ്പ്. ഞാൻ കറണ്ട് കൊടുത്തു, വെള്ളം കൊടുത്തു, വീട് പണിയാൻ ഞങ്ങൾ സൂപ്പർവൈസർ നോക്കാതെ ഞങ്ങൾ നോക്കിക്കൊടുത്തു. എൻ്റെ ദൈവമേ, പറയാൻ എന്തോരം കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇനി അവൻ അങ്ങനെ കാണിച്ചതുകൊണ്ട്, അവരിങ്ങനെ കാണിച്ചതുകൊണ്ട് പിശാചി, വിട്ടുപോയ പിശാചി 7 അശുദ്ധാത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ട് വരും, എവിടെന്നെങ്കിലുമൊക്കെ വരും. കാര്യങ്ങൾ നടക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്നിട്ട് ഓട്ടോ ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വെട്ടിക്കീറി കൊടുത്താൽ പറയും, അയാൾക്ക് കൃപയില്ല, ഞാൻ അവിടെ വരെ പോയതാ, ഇവ ക്ഷമിക്കെന്ന് പറഞ്ഞ് കേട്ടാൽ പിശാചിന് അലർജി. സാത്താൻ പറയും, ക്ഷമിക്കണ്ട, നീ ക്ഷമിക്കണ്ട, നിന്നോടാ കാണിച്ചത്, നിങ്ങളുടെ കുടുംബത്തിനെതിരെ അങ്ങനെ ചെയ്തു, കല്യാണം മുടക്കി, അത് ചെയ്യൂന്ന് പറഞ്ഞു, ചെയ്യൂലെന്ന് പറഞ്ഞു, നിന്റെ മക്കളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, നിന്നെ കോടതി കയറ്റിയവരാ, പോലീസ് കേസ് കൊടുത്തവരാ. കർത്താവ് കണ്ണുനീരോടെ സ്വർഗം നിൻ്റെ മുമ്പിൽ നിൽക്കുക, മകനെ മകളെ, നീ കയറിപ്പോരാൻ, നിനക്ക് രക്ഷപ്പെടണ്ടേ, നീ ഒറ്റ സമ്മതം, നീ ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ക്ഷമിക്കാൻ. അതുകൊണ്ട് ക്ഷമ എന്ന് പറഞ്ഞാൽ പിശാചിന് ഭയങ്കര അലർജിയ, തകർത്ത് തരിപ്പണമാക്കും, ദുശീലങ്ങൾക്ക് അടിമയാകും. ശ്വാസം വലിച്ചു നടക്കും, ശ്വാസം മുട്ട് നടക്കും. ഇവിടെ വചനം കേൾക്കാനൊക്കെ വന്നു ഒത്തിരി സാക്ഷ്യങ്ങൾ. 9 വർഷമായ കേസ് സൗഖ്യപ്പെട്ടതൊക്കെയാണ്. 13 വർഷമായ ശ്വാസം മുട്ട് വിട്ടുപോയി, മാറാത്ത ചുമ വിട്ടുപോയി, ഇങ്ങനെ നടക്കുക, വെറുപ്പ് നെഞ്ചിലിങ്ങനെ കെട്ടിയിരിക്കുന്ന തൈറോയ്ഡ് മുഴ മാറിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
സാത്താൻ നമ്മളെ രോഗിയാക്കും. ബൈബിളുണ്ട്, ഉണ്ട്. സങ്കീർത്തനം 107:17-20 പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായി തീർന്നു, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അതുകൊണ്ട് ദുരിതം എന്ന് പറയുന്നവരല്ലേ പല. ഈ ദുരിതം മാറണ്ടേ? യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് നൽകാനാണ്. ദൈവപുത്രനായ യേശുവിന് മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ യേശു നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ സമ്മതം കാത്ത് നീ ക്ഷമിച്ചാൽ, നീ ഒന്ന് വിശ്വസിച്ചാൽ, നിനക്കിപ്പോഴും ഈ വിലകെട്ട കാര്യം വേണോ? അതോ ദൈവം നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്വർഗത്തിൽ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന മാത്രമല്ല, ഇവിടെ തന്നെ 1 Corinthians 2:9 പറയും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അതിനേക്കാൾ വലുതാണ് സ്വർഗം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ തന്നെ കിട്ടേണ്ടത് കിട്ടും. ഇതാ മരണാനന്തരം കിട്ടേണ്ടത് കിട്ടും. ആത്മാവ് നശിച്ചു പോകുകയില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:5 പറ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മുഖപ്രകാശത്തോടെ നടക്കുമ്പോൾ തന്നെ അത് തന്നെ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഉള്ള കൃപയുള്ള ആത്മാവും കൂടെ വരഞ്ഞു മുറുകി ടെൻഷൻ അടിച്ച് രോഗം വേദനകൾ ഓടിക്കടിക്കുന്നു, കളിക്കുന്നു. ടെസ്റ്റ് ചെയ്തിട്ടും ചികിത്സിച്ചിട്ടും കണ്ടുപിടിക്കുന്നില്ല, മാറുന്നില്ല. ഏത് നല്ല കാര്യത്തിനിറങ്ങിയാലും തടസ്സം മാത്രം. സാത്താൻ പറയും പറമ്പിന് കുഴപ്പം, വീടിന് കുഴപ്പം, കന്നി മൂലക്ക് കുഴപ്പം. ഇതൊന്നും എൻ്റെ പൊന്ന് ക്രിസ്ത്യാനിക്ക് ഇതൊന്നുമില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ഇതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വീട്ടിലെ കിണർ കുത്താൻ വേണ്ടി വന്നപ്പോഴേക്കും കുത്താൻ വന്നവർ, ഇത് കന്നിമൂലമാണ് സാറേ. ഞാൻ പറയാം അവിടെ തന്നെ കുത്തിയാൽ മതി. അല്ല, നല്ലോണം ആലോചിച്ചിട്ട് പറ. ഞങ്ങളെന്നാൽ ആരെയും കൊണ്ടുവരണ്ട, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവിടെ തന്നെ കുത്തി നല്ല ഒന്നാന്തരം വെള്ളം, കണ്ണീര് പോലത്തെ വെള്ളം കിട്ടി. ഇപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്, വർഷങ്ങളായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കന്നിമൂലയിലല്ല ക്രിസ്ത്യാനിയുടെ ഹൃദയം, കർത്താവായ യേശുക്രിസ്തുവിൽ അർപ്പിക്കേണ്ടത്. അന്ധവിശ്വാസം, മന്ത്രം, ക്ഷുദ്രം, സമയം നോട്ടം. ഇന്ന് ഈ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല സമയം. രാശിയും ശകുനവും മുഹൂർത്തവും നോക്കി നടക്കാനുള്ളവനല്ല ക്രിസ്ത്യാനി. 2 വഞ്ചിയിലും കാല് വെച്ച് നടക്കുന്ന വിശ്വാസി അല്ല ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 118:24 കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. ഇന്നത്തെ ഈ ദിവസം, ഈ സമയം കിട്ടുന്നെങ്കിൽ അടുത്ത മിനിറ്റ്, അടുത്ത ദിവസം നമുക്ക് അറിയില്ല പൊന്നുമക്കളെ. ആരൊക്കെ ഉണ്ടാവും അറിയില്ല. ഉണ്ടാവുമെന്ന് ഒരുപാട് നിർബന്ധം പറഞ്ഞ വാശി പിടിച്ച പലരുടെയും പൊടി പോലും ഇന്നില്ല. അതുകൊണ്ട് ഒരു ജീവിതവും നമുക്കുള്ളൂ. സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പിശാചിനെ ചെറുത്ത് നിന്നുകൊണ്ട്, ഇതാ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, പിശാചുബാധന ബാലനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് അവർക്ക് സുഖപ്പെടുത്താനായിട്ട് കഴിച്ചു തീയിലും വെള്ളത്തിലും ഉന്തിയിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പിശാചുബാധനായ ബന്ധനത്തിൽപ്പെട്ട. സങ്കീർത്തനം 146:7 പറയുന്നുണ്ട്, കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കും. കൊച്ചോ വലുതോ പ്രായമുള്ളവരോ ആരും ആകട്ടെ. ഞാൻ ഓർക്കുകയാണ്, ഒരു സിസ്റ്റേഴ്സ് ഇതുപോലെ പറഞ്ഞ് ഒരു ധ്യാനകേന്ദ്രത്തിൽ അവരുടെ അവിടെ ശുശ്രൂഷക്ക് വരുന്ന ഒരു വല്യമ്മ, ചട്ടമുണ്ട് കൊടുത്ത വല്യമ്മ, അതിൻ്റെ മകള് സ്പെയിനിൽ മദറാണ്. അപ്പോൾ വല്യമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ICUവിൽ കയറി സിസ്റ്റേഴ്സ് കാണാൻ കയറിയപ്പോൾ പറഞ്ഞ്, ഷൈജു ബ്രദർ, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാണ്ട, പക്ഷേ എൻ്റെ ശുശ്രൂഷ അവിടെ വെച്ച് നടന്നതിൽ ഈ കൂടിയിട്ടുള്ള വല്യമ്മ ഒത്തിരി വിശ്വാസമുള്ള. അപ്പോൾ ആ ഒരു കന്യാസ്ത്രീ മദറിൻ്റെ അമ്മയാണ് ഈ അമ്മ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഹാർട്ടിനാണ് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു മകളും മദറാണ്, കന്യാസ്ത്രീയുടെ മദറാണ്. ആൺമക്കളുണ്ട്, 2 ആൺമക്കളുണ്ട്. പിന്നെ എത്ര പേരൊക്കെയാണെന്ന് എനിക്കറിയില്ല, എനിക്കറിയാവുന്ന അത്രയും പേരാണ്. അപ്പോൾ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ട് ICUവിൽ കിടക്കുമ്പോൾ ഷൈജു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് ഓപ്പറേഷനും വേണ്ടെന്ന്. ദൈവമേ, എന്നോട് അവർ വിളിച്ചറിഞ്ഞ് ആ ചേച്ചീനെ കാണാൻ ഞങ്ങൾ ആശുപത്രിയിൽ പോയി. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ വേണ്ടെന്ന് അമ്മ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കന്യാസ്ത്രീ മകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറ്റബോധം ഉണ്ടാകരുത്, ഇത് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബ്രദറെ, ഒന്ന് അമ്മച്ചിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരും, എന്നിട്ട് ഒരുങ്ങിയിട്ട് ചെല്ലാനാണ്, പൈസ ക്രമീകരിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ
പോകും. അതിന് മുമ്പ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ അമ്മച്ചീനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവിടെ ഒരു ധ്യാനം നടക്കുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് അധികം സമയം എടുത്ത് ഒന്ന് സംസാരിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ അമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ രൂപം മാറി, ഭാവം മാറി. ഒരു പ്രത്യേക കാര്യം ഈശോ വെളിപ്പെടുത്തി തന്നു. അത് പറഞ്ഞപ്പോൾ അടിച്ച് കസേരയിൽ നിന്ന് ആൾ താഴെ വീണ് അവിടെ വല്ല കയ്യാൻ കാലം ഒടിഞ്ഞു പോയാല താഴെ കിടന്ന് ഉരുളി ഒലറാൻ വേണ്ടി തുടങ്ങി. ഒരു പേരും പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള സിസ്റ്റേഴ്സും ഒച്ച കേട്ട പലരും ഓടി വന്നു. എല്ലാവരും ചുറ്റും നിന്ന് ഇങ്ങനെ താഴെ കിടന്ന് ഇങ്ങനെ ഉരുണ്ട തുണിയൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട് ചിലർ. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഭയങ്കര ഇതായി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ നിന്നും പറഞ്ഞ് കൈകൾ വെച്ച് കുരിശ്, കയ്യിലുള്ള കുരിശ് വെച്ച് പ്രാർത്ഥിച്ച്, കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് ശാന്തതയിലേക്ക് കടന്നു വന്നു. അപ്പോൾ കുഞ്ഞുനാളിലുണ്ടായ ഒരു കുറ്റബോധം, ഇളയ കുട്ടിയെ, വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞിനെ, വീട്ടിലെ ഏറ്റവും മൂത്ത ആളായിരുന്ന ഇപ്പോൾ ഈ ഓപ്പറേഷൻ പറഞ്ഞ വല്യമ്മ, അതിനെ ഏൽപ്പിച്ച് അമ്മ അടുക്കളയിൽ പോയി. ഒരു പ്രളയത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പക്ഷേ അരയോളം മുട്ടോളം അത്രയും വെള്ളം, മുട്ടോളം വെള്ളം, അതായത് വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല, കയറിയില്ലെന്നും പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ അമ്മ ഏൽപ്പിച്ച കുഞ്ഞ് ഇതിൻ്റെ കൈമോശം കാഴ്ച മറച്ചുകൊണ്ട് ഈ കുഞ്ഞെങ്ങനെയോ വെള്ളത്തിൽ പോയി കുഞ്ഞിൻ്റെ ചലനമറ്റ ശരീരമാണ് കിട്ടിയത്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ ആ കുഞ്ഞിനെ ഈ കൊച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നോക്കാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഉണ്ടായില്ല. മിസ്റ്റേക്ക് പറ്റി കുഞ്ഞു ആ കുറ്റബോധം കൊണ്ട്. അതുപോലെ വേറെ 2-3 കാര്യങ്ങളും കൂടെ ഉണ്ടായി. അതൊക്കെ പറഞ്ഞ് NLP ഇട്ട് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് ഹാർട്ടിന് ഓപ്പറേഷനും ചെയ്തില്ല, ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല, നല്ല മിടുക്കിയായി. റീസ്ഥലോ. അപ്പോൾ പിശാച് ചില നുണകളിൽ കൂടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ കയറി വർഷങ്ങളോളം ഇരുന്ന് തുറന്നൊന്നും പറയിക്കാതെ, കുമ്പസാരത്തിൽ പറയിക്കാതെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തുറന്നു കൊടുക്കാതെ ഇങ്ങനെ വെച്ച് സ്വയം വെച്ചിരുന്നു നമ്മളെ വരിഞ്ഞു മുറുക്കി തകർത്ത് കളയും. അതുകൊണ്ട് നമുക്കെല്ലാം തുറന്നു കൊടുത്ത്, പിശാചുണ്ടോ? ഉണ്ട്. ദൈവമുണ്ടോ? ഉണ്ട്. ദൈവവുമുണ്ട്, പിശാചുമുണ്ട്. ഇരുളുണ്ടോ? ഉണ്ട്. വെളിച്ചമുണ്ടോ? ഉണ്ട്. ആരും നമുക്ക് കാണിച്ചു തരേണ്ടതില്ല, അല്ലേ? കണ്ണിന് കാഴ്ചയുള്ള എല്ലാവർക്കും വെളിച്ചമുണ്ടെന്ന് അറിയാം. അതുപോലെ ഇരുളുണ്ടെന്നും നമുക്കറിയാം. അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്ന് നേരം വെളുക്കാൻ വേണ്ടി നമ്മൾ കൊതിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായിട്ടും. അപ്പോൾ പിശാച് ബാലനെ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. തീയിലും വെള്ളത്തിലൊക്കെ ഉന്തിയിട്ട് പിശാച് പീഡിപ്പിച്ചിരുന്നു. പക്ഷേ അവർ യേശുവിൻ്റെ അടുത്ത് കൊണ്ട് അവർ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് യേശു വരുന്നത്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞ്, എൻ്റെ മകനെ, പിശാചു ആ അവസ്ഥ, എൻ്റെ മകനെ അങ്ങനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഉടനെ അപ്പോൾ അങ്ങേക്ക് കഴിയുമെങ്കിൽ, മാർക്കോസ് 5:23 ആ വചനം ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ, ഈശോനെ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അപ്പോൾ വചനം നമ്മളിൽ കടന്നു വരണമെങ്കിൽ തീക്ഷ്ണമായ വിശ്വാസം വേണം. വചനത്തിന് ഹൃദയം തുറന്നു കൊടുക്കണം. വചനം യേശുവാണ്. വചനം അന്നും ഇന്നും നമ്മളിൽ മാംസം ധരിക്കുക. ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. എന്തോരം വചനം ഇപ്പോൾ കിട്ടിയെന്നറിയാമോ? ഇന്നലെയും ഇന്നും എന്നും. അതുകൊണ്ട് കാലങ്ങളായിട്ട് കുടുംബത്തിൽ കയറിക്കൂടിയ ബന്ധനമോ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് കിട്ടാത്ത മേഖലകളോ, പാരമ്പര്യ ഘടകങ്ങളോ, ആഭിചാരക്കെട്ടുകളോ, ശത്രുപീഠകളോ, ഇനി നമ്മുടെ കെട്ടുകളാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കെട്ടപ്പെട്ട് കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾ. ലേവ്യർ 19:31, ലേവ്യർ 20:6, വെളിപാട് 21:8. മന്ത്രവാദികൾ കൂടത്രക്കാർ ശ്രീപുരുഷന്മാർ കല്ലെറിഞ്ഞ് കൊല്ലും. ആരെങ്കിലും മന്ത്രവാദിയും കൂടത്രക്കാരുടെയും പുറകെ അന്യദേവന്മാരെ ആരാധിച്ച് അവർ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. സർവത്ത അന്തഛിദ്രം, ഭിന്നത, ആരെയും വിശ്വാസമില്ല, ജീവിത തകർച്ചകൾ, നിലവാരമില്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവും. വെളിപാട് 21:8. ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകൾ, ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമാണ്. ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കുന്ന ആത്മീയമായി സോമാനൂമ, ശരീരം, മനസ്സ്, ആത്മാവ് എല്ലാ മേഖലയിലും ഒരു തരം വരിഞ്ഞു മുറുക്കുന്ന അവസ്ഥ. അതുകൊണ്ട് എന്തെല്ലാം നേടിയാലും, ഏത് കള്ളത്തരങ്ങൾ കാണിച്ച് പണം ഉണ്ടാക്കിയാലും, എങ്ങനെ വരുമാനങ്ങൾ വർദ്ധിപ്പിച്ചാലും, ആരെ ചതിച്ചാലും കാര്യം നടക്കത്തില്ല മക്കളെ. സാത്താൻ്റെ വഴിയെ പോയിട്ട് ദൈവത്തെ പിടിച്ചുകൊണ്ട് വരാൻ, ആ വഴി കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിശുദ്ധിയിൽ, ഹെബ്രായർ 12:13, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം, വിശുദ്ധിയിൽ നിൽക്കണം. അപ്പോൾ സാത്താൻ വിട്ടുപോകും. സാത്താൻ
യേശു നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ നിഴൽ കാണുമ്പോൾ തന്നെ അവന് പരിഭ്രമ, അവൻ അപവാദങ്ങൾ ഉണ്ടാക്കും. അത് യേശുവിനും ഉണ്ടായി. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണക്കമരത്തിൻ്റെ കാര്യം അല്ലേ, നമ്മുടെ കാര്യം എന്തായിരിക്കും? ഉണ്ടാവും. പക്ഷെ ആര് കാക്കും? കർത്താവ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. സങ്കീർത്തനം 91:14-15. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. കർത്താവ് രക്ഷിക്കും എന്നാണ് പറഞ്ഞത്. കർത്താവിനെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് ചെകുത്താൻ പിശാചെന്നും പറഞ്ഞ് ഇരിക്കണ്ട. യേശുവേ 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 എന്ന് പറയാൻ തുടങ്ങ്. ആര് പിശാചിനെ വിട്ടെന്ന് പറഞ്ഞാലും, ആര് നിങ്ങളെ ബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാലും അത് കർത്താവ് നിമിഷ നേരം കൊണ്ട് ഭസ്മമാക്കി കളയും. കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കും. അത് കർത്താവിൻ്റെ ദൗത്യമാണ്, തന്നെ കർത്താവിൻ്റെ നയപ്രഖ്യാപനമാണ്. എന്ന് മാത്രമല്ല, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പ്രൈസലോ. കർത്താവ് വിടുതൽ തരുമെന്ന് മാത്രമല്ല, നമ്മളെയും കർത്താവ് ഉപയോഗിക്കും. യേശുവേ നന്ദി. കർത്താവ് വചനം കേൾക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇവർക്ക് പ്രത്യാശ കിട്ടട്ടെ. ഇത് പിശാചുബാധനായ ബാലനിൽ നിന്ന് യേശു പിശാചിനെ പുറത്താക്കി. ശിഷ്യന്മാർക്ക് സാധിക്കാതിരുന്ന് യേശുവിനെ സാധിച്ചു. അപ്പോൾ അവർ വന്ന് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധിച്ചത്? മാർക്കോസ് 9:29. മാർക്കോസ് 9:23. നേരത്തെ പറഞ്ഞത് 5:23. സോറി, മാർക്കോസ് 9:23. വീണ്ടും മാർക്കോസ് 9:29. മാർക്കോസ് 9:29 പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. വ്യക്തിപരമായ പ്രാർത്ഥന വേണം, വിശുദ്ധ കുർബാന വേണം, കൂട്ടായ്മ വേണം. എല്ലാം എൻ്റെ കഴിവുകൊണ്ട് ഒറ്റത്തടിയായിട്ട് ഇനി കൂട്ടായ്മയും വേണ്ട, ധ്യാനവും വേണ്ട, നവീകരണവും വേണ്ട. സാത്താൻ തകർക്കാൻ നോക്കും. ഇപ്പം ദൈവം തൃത്വത്തിലാണ്, സ്നേഹത്തിലാണ് വസിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം പുറത്തു പോകുകയില്ല. യേശുവേ വചനത്താലെ ഞങ്ങളെ വിശദീകരിക്കണമേ. യേശുവേ നന്ദി. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. എഫെസസ് 4:27 പറയുന്നുണ്ട്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. നമ്മളാ പിടിച്ച് കയറ്റണത് വാക്കും പ്രവൃത്തിയും നോട്ടവും സംസാരവും ഒക്കെ വഴി. ദാവീദിൻ്റെ ജീവിതത്തിലെ കാഴ്ച, വേഴ്ച, വീഴ്ച അല്ലേ, ദാവീദിൻ്റെ പതനത്തിനുണ്ടായ കാരണം നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും കർത്താവ് കരുണ കാണിക്കുകയാണ്. അതുകൊണ്ട് കയറിപ്പോരാമെന്ന് ഓർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവസരങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ അത് നമുക്കുള്ളതാകണമെന്നില്ല. എഫെസസ് 6:11 സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും, അത് വചനം എടുക്കണം, വചനം ധരിക്കണം, വിശുദ്ധ കുർബാനയിൽ വളരണം, വചനത്തിൽ വളരണം, ആത്മാവിൽ നിറയണം, സ്തുതിച്ച് പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പൗലോസും സീലാസും തടവറയിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ തടവറ കുലുങ്ങി, കെട്ടുകൾ പൊട്ടി, കാവൽ നിന്നവർ അവരുടെ കാൽക്കൽ വീണു. അവരെ കീഴ്പ്പെടുത്താൻ, കൊല്ലാൻ കഴിവുള്ളവർ അവരുടെ കാൽക്കൽ വീണു. അതുകൊണ്ട് യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിക്ക് വേറെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. തൊട്ട് മുമ്പിൽ വാളം പിടിച്ച് നിൽക്കുന്നവർ അവരുടെ കാൽക്കൽ വീഴാൻ ദൈവം ഇടയാക്കി. ഇന്ന് നമ്മൾ എന്തിനെ ആരെ ഭയപ്പെടുന്നു, എവിടെ നമ്മുടെ കണ്ണുനീര് വീണോ അവിടെ ദൈവം തടവറ കുലുക്കും. ദൈവോചനമാവുന്ന ആത്മാവിൻ്റെ വാളെടുക്ക്, സ്തുതിച്ച് പ്രാർത്ഥിക്ക്. കെട്ടുകൾ പൊട്ടും. വാളുമായിട്ട് നിൽക്കുന്നവർ കാൽക്കൽ വീഴും. വാള് പോലത്തെ നാവും കൊണ്ട് നിൽക്കുന്നവരും വരുന്നവരും എല്ലാം പരാജയപ്പെടും. അവരും മാനസാന്തരപ്പെട്ടതുപോലെ. വീണ്ടും യാക്കോബ് 4:7 പറയുന്നുണ്ട്, ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കും, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ. ചെറുക്കണം? അങ്ങനെയൊന്നുമില്ല. ഏത് കാറ്റിലും പാറിപ്പറക്കുന്ന അവസ്ഥ അതുപോരാ. ഫ്ലിറ്ററിങ് വിത്ത് ദ ഓൾ വിൻഡ് എന്ന് പറയും. എല്ലായിടത്തും കുഴയുന്ന അവസ്ഥ. അത് ശരിയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ, ഇത് ശരിയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പുറകെ. അത് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് ഒട്ടും സമയം കളയാനില്ല. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പാപികളുടെ മാനസാന്തരം വേണ്ടി പ്രാർത്ഥിക്കണം, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ധ്യാന സെൻറ്ററുകൾക്ക് വേണ്ടി, ധ്യാന ഗുരുക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇടവ വൈദികർക്ക്, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ആദ്യ മാതാപിതാക്കളെ തന്ത്രപൂർവ്വം ചതിച്ച ദുഷ്ടശക്തിയായ സാത്താൻ ഇന്ന് കുടുംബങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ അന്തസ്സ് തകർക്കാൻ, നാണം കെടുത്താൻ, തമ്മിൽ ഭിന്നത ഉണ്ടാക്കാൻ.
വിഭാഗ്യത ഉണ്ടാക്കാൻ, തെറ്റായ ബന്ധങ്ങളിലേക്ക് യുവാക്കളെ, കുട്ടികളെല്ലാം വ്യതിചലിപ്പിച്ചുകൊണ്ട് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് സാത്താൻ നുണകൾ വിതക്കും. അതുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അവൻ ചുറ്റി നടക്കുകയാണ്. ഇത്രയും പോലെ എത്ര വചനങ്ങളാണ്, എത്ര വിഷയങ്ങളാണ് അവിടെ മുതൽ ഇവിടം വരെ കടന്നു വന്നത്. അതുകൊണ്ട് ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വചനമൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ശുശ്രൂഷ ഇത് കിട്ടാത്ത മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ആ സുവിശേഷവൽക്കരണ പ്രക്രിയയിൽ പങ്കുകാരാകാം. നിങ്ങളെപ്പോലെ, ഈ നിങ്ങൾ കേൾക്കുന്നത് പോലെ ഇതുപോലെ അനേകരിൽ നിന്ന്, ധ്യാനഗുരുക്കന്മാരിൽ നിന്ന്, വൈദികരിൽ നിന്ന്, ആത്മായ സഹോദരങ്ങളിൽ നിന്ന് കാലങ്ങൾ കൊണ്ട് കിട്ടിയ പ്രബോധനങ്ങളും എഴുതി വെച്ചതും പഠിച്ചതും പ്രാർത്ഥിച്ചതും ഒന്നും തലേ കയറില്ലായിരുന്നു. എൻ്റെ വിചാരം നോട്ട് ബുക്കിൽ എഴുതി വെച്ചാൽ വചനം പഠിക്കാൻ പറ്റും. പറ്റത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ എഴുതിക്കോ. കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വചനം കിട്ടണം. യേശു വചനം കൊണ്ട്, മത്തായി 8:16, വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. വചനം കിട്ടും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവൻ മാർക്കോസ് 3:13 മുതലുള്ളവ, അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ചു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന, രോഗികളെ സുഖപ്പെടുന്നതിന്, തന്നോടുകൂടെ ആയിരിക്കുന്നതിന് അവരെ നിയോഗിച്ചു. ഏറ്റവും വലിയ കാര്യം ഇതാ. സ്വർഗത്തിൽ നിങ്ങളുടെ ലൂക്ക 10:20 പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടി. പ്രൈസ് ദി ലോർഡ്. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെടുന്നതിൽ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് സാത്താൻ എന്നും പറഞ്ഞ് അധികം അവനെ വലുതാക്കണ്ട. യേശുവേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ഭക്തിയോടെ പറയ്, വിശ്വാസത്തോടെ പറയ്, ആശ്രയബോധത്തോടെ പറയ്. കൂടെ കൂതാശകൾ സ്വീകരിക്കുക, വചനത്തിൽ വളരി, വചനം വായിക്കുക, വചനം പ്രാർത്ഥിക്കുക, വചനം ഷെയർ ചെയ്യ്. അങ്ങനെ ആത്മാവിൻ്റെ വാൾ എടുത്തുകൊണ്ട് ദൈവവചനത്തിൽ ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും അസ്ഥികളിലും സന്ധി ബന്ധങ്ങളിൽ ഹൃദയ വികാര തുളച്ചിറങ്ങി അവയെ വിവേചിക്കുന്നതുമാണ്. യേശയ്യാ 59:2 രക്ഷിക്കാൻ കഴിയാത്ത വിധം 1-2 കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. സാത്താൻ ഒരിക്കലും വലുതല്ല. ദൈവത്തെക്കാൾ വലുതായി ആരുമില്ല. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് തിരുസഭ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെലിവറൻസ് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. സംഗീതം 91 എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. തെറ്റുകളേറ്റ് പറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിക്കുക. ബന്ധനങ്ങൾ അഴിയും, കുടുംബം രക്ഷപ്പെടും, മാനസാന്തരങ്ങൾ ഉണ്ടാകും, പ്രത്യാശ ലഭിക്കും, പുത്തൻ ഉണർവ് കിട്ടും, ആത്മഹത്യ ചിന്ത വിട്ടുപോകും, ബന്ധം പിരിയണമെന്നുള്ള ചിന്ത, വിവാഹബന്ധം പിരിയണമെന്നുള്ള ചിന്ത മാറിപ്പോകും. ജീവിച്ചിട്ട് കാര്യമില്ല, ഈ ജീവിതത്തിൽ ഇത് ശരിയാകാൻ പോകണില്ല. അതൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥ സാത്താൻ കൊണ്ടുവന്നിടുന്നതാണ്. ദൈവം തരുന്നത് പ്രത്യാശയാണ്. ഹെബ്രായർ 11:1 പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പാണ്. കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യമാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും പലതും തരാനും വരാനും കിട്ടാനും കൊടുക്കാനും എടുക്കാനും ഉണ്ട്. നമുക്ക് ശക്തിയില്ല, കഴിവില്ലെങ്കിലും ശക്തനായ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ തൃപ്പാദത്തിൽ ഈ ശുശ്രൂഷ വചനം സമർപ്പിക്കുന്നു. ഇത് അനേകം ഹൃദയങ്ങളെ തൊടട്ടെ, അനേകരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അനേകർക്ക് ഡെലിവറൻസ് കിട്ടട്ടെ. മത്തായി 10:8 നിങ്ങൾ പിശാചുക്കളെ, മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. ഓരോ ശുശ്രൂഷകരോടും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവിൻ. വീണ്ടും വചനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. മത്തായി 10. ലിയോ 13 മാർപ്പാപ്പയുടെ ആഹ്വാനം വൈദികരോട്, പ്രത്യേകിച്ച് വിശ്വാസികളോട് ഞാനും നിങ്ങളും എല്ലാം അതിൽ വരുന്നതാണ്. വൈദികരോട്, കർത്താവിൻ്റെ അഭിഷിക്തരോട്, ശുശ്രൂഷകരോട്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2:9 നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും. 1 പത്രോസ് 2:9 രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ്. രാജാവാണ്, പ്രവാചകനാണ്, പുരോഹിതനാണ്. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തിയും. ലിയോ 13 മാർപ്പാപ്പ പറയുന്ന കാര്യം ഇതാ, നിങ്ങൾ
പിശാചുക്കളെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുവിൻ. നിരന്തരം പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുവിൻ. ലിയോ 13 മാർപ്പാപ്പയുടെ ആഹ്വാനമാണ്. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ തിരുരക്തം തളിച്ച് പുരട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ പുതുക്കിപ്പണിയപ്പെടൽ, അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. സ്വർഗം താഴ്ന്ന് ഇറങ്ങി വരും, പുതുക്കി പണിയപ്പെടും, കുടുംബ സ്വർഗമായി മാറും, വ്യക്തിബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ശത്രുത വിചാരിച്ചുകൊണ്ട് വന്നാൽ പോലും ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അടിക്കടി പടിപടിയായിട്ട് മാറ്റങ്ങൾ വരും. നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ, മാതാവേ, മെയ് മാസ റാണി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ കാപ്പാൻ കീഴിൽ ഞങ്ങളെ എല്ലാവരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.